വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനൊരു 4-5 ദിവസത്തെ പനിയും തൊണ്ടവേനയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. ഞാനുണ്ട്, രഞ്ജു ഉണ്ട്, പിന്നെ എടാ ഇങ്ങോട്ട് പോവാം, എന്നിട്ടും പോലെ പ്രമോദുണ്ട്. ഇത്രയും ദിവസം വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ആദ്യം പോകുന്നത് നമ്മുടെ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ ദൊണ്ണെ ബിരിയാണിയാണ്. ബാംഗ്ലൂരിലുള്ള, അതായത് കർണാടകത്തിലുള്ളവർക്കാണെങ്കിൽ എന്തായാലും അറിയാം, ദൊണ്ണെ ബിരിയാണി എന്ന് പറയും. അപ്പം അതാണ് നമ്മൾ 3 പേരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് തന്നെ പറയാം. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പനിയോ അങ്ങനെ എന്തോ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആദ്യത്തെ ദിവസം അന്ന് ഞങ്ങൾ ആ റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചത് ഈ ബിരിയാണിയാണ്. അന്ന് തുടങ്ങിയ ബന്ധമാണ്. ആരെങ്കിലും ആശുപത്രി അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ബിരിയാണിയൊക്കെ കഴിക്കും. ഞങ്ങൾ 3 പേരുടെ ഇവൻ എന്നെ കാണാൻ വന്നായിരുന്നു. രഞ്ജു പിന്നെ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം രാത്രി സ്വാഭാവികമായിട്ട് വിശന്നപ്പോൾ ഞങ്ങൾ അവൻ്റെ വീട് അടുത്തായിരുന്നു, ഹോസ്പിറ്റലിൽ അടുത്ത്. അപ്പോൾ അവൻ കഞ്ഞി വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ 3 പേരും അവിടെ ഇരുന്ന് ബിരിയാണി കഴിച്ചു. അപ്പം അന്ന് തുടങ്ങിയതാണ് ഈ ദൊണ്ണെ ബിരിയാണിനോടുള്ള ഞങ്ങളുടെ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. ഈ ദൊണ്ണെ ബിരിയാണി എന്ന് പറയുന്നത് ഒരുപാട് മസാലയൊക്കെയുള്ള, ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്ന, ഭയങ്കര ഓയിലി ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല. നമ്മുടെ ഒരു പുലാവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു വിഭാഗത്തിൽ പെടുത്താൻ പറ്റുന്ന പച്ച കളറുള്ള ബിരിയാണി. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബുക്സ് വാങ്ങാനുണ്ട്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ബുക്സ് വാങ്ങുന്ന HSR ഉള്ള ഹൗസ് ഓഫ് കോമൺസ് പറയുന്ന പബ്ബുണ്ട്. ആ പബ്ബിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാനിൽ ഒരു അങ്കിള് ബുക്സ് വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ബുക്സ് വാങ്ങുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ആ ഒരു വാൻ അത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് സപ്നയിൽ പോകണം. സപ്നയിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കുന് കുറച്ച് ആക്ടിവിറ്റി ബുക്സ് വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങണം. പിന്നെ എനിക്ക് കുറച്ച് ടിഫൻ ബോക്സും സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതൊക്കെ കൂടെ എല്ലാം കൂടെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് HSR തന്നെ നമ്മുടെ സ്ഥിരം സ്ഥലം, അതായത് ടീ അങ്ങാടിയില്ലേ, അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ യൂഷ്വലി ഒരു സാറ്റർഡേസ് അല്ല, മെയിനായിട്ട് സൺഡേസ് ഒരു 4-4:30-5 മണി സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഈ HSR പ്രാന്ത പ്രദേശങ്ങളിൽ കാണും. പ്രത്യേകിച്ച് ടീ അങ്ങാടീൻ്റെ അവിടെയൊക്കെ ആയിട്ട് കാണാറുണ്ട് കേട്ടോ. സോ അതാണ് ഇന്നത്തെ വിശേഷം. ഇപ്പം തൽക്കാലം അതൊക്കെയാണ് പ്ലാൻസ്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. കുറച്ച് ദിവസം കൂടി പുറത്തിറങ്ങിയത് കൊണ്ടും പിന്നെ ഇത്രയും കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടും ഞാൻ വെച്ചാൽ പിന്നെ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ തുടങ്ങാമല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ സ്ഥിരമായിട്ട് ആ കടയിൽ പോയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഹാഫ് ബിരിയാണി റൈസ്, അതൊന്ന്, പിന്നെ ഹാഫ് ചില്ലി ചിക്കൻ. ഈ ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ചൈനീസ് സംഭവമല്ല, ആന്ധ്ര സ്റ്റൈല്, നാട്ടി സ്റ്റൈല് ചില്ലി ചിക്കൻ. നല്ല പച്ചമുളക് തന്നെയല്ലേ അരയ്ക്കുന്നത്, പച്ചമുളക് അരച്ച് ചെവി കൂടെയൊക്കെ പുക പോകുന്ന തരത്തിലുള്ളൊരു സംഭവം. അപ്പം അതാണ് സ്ഥിരമായിട്ട് ഞാനത് കഴിക്കാറുള്ളൂ. അവിടെ വേറെ എന്തൊക്കെയോ ഡിഷസ് ഉണ്ട്. ഇന്ന് വരെ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇതാണ് എൻ്റെ ഒരു സ്ഥിരം സംഭവം. രഞ്ജു ഒന്നെങ്കിൽ ചിക്കൻ ബിരിയാണി ഇല്ലെങ്കിൽ മട്ടൺ ബിരിയാണി ആയിരിക്കും ജാസ്തി. പിന്നെ പുറകിൽ ഇരിക്കുന്നതിൻ്റെ കാര്യം പറയാനേ വേണ്ട, അവൻ എപ്പോഴും മട്ടൺ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ഥിരം സംഭവം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിനി പോകുന്നത് ബുക്സ് വാങ്ങിക്കാനാണ് കേട്ടോ. ഞാൻ കുറച്ച് ബുക്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വാങ്ങിക്കേണ്ടത്. അപ്പം അത് പുള്ളിക്കാരൻ്റെ അടുത്ത് ഉണ്ടാകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുതരും കേട്ടോ ബുക്സൊക്കെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താനായി. നമ്മളിപ്പോൾ HSR ആണ് ഉള്ളത്. അപ്പം ഇതാണ് നിങ്ങൾക്കൊരു അടയാളം, വേദാന്തോൻ്റെ. ഇത് ഏത് സെക്ടർ റേഞ്ച് വരുന്നത്? സെക്ടർ 2 ആണെന്ന് തോന്നുന്നു. 18th മെയിൻ റോഡ്. 18th മെയിൻ റോഡ് വേദാന്തു, ഇല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഓപ്പോസിറ്റ്. രഞ്ജു ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വേദാന്തുവിൽ ഒരു 2 years ബാക്ക്, 3 years ബാക്ക്, കോവിഡ് ടൈമിൽ അല്ലേ. ഇവിടെ നമുക്ക് ഹൗസ് ഓഫ് കോമൺ അറിയാം. ഇത് ഇവന്മാരുടെ, ഇത് നമ്മുടെ ഒരു കാലത്ത് ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അലിബാബൻ്റെ ഷോപ്പ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വാനിൽ വിൽക്കുന്നുണ്ടെന്ന്.
ಎಷ್ಟಿದು? ಇಲ್ಲಿ ರೇಟ್ ಹಾಕಿಲ್ಲ. 300 300. എനിക്ക് ഇത്ര കട്ടിയുള്ള ബുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് വായിക്കാൻ തോന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. സ്പിരിച്വൽ ബുക്സ് ಇದೆಯಾ? ಅದಿಲ್ಲ ಮೇಡಮ್. ಇದು ವಾಯುಪುತ್ರ ಎಲ್ಲಿದೆ? ಇದು ನ್ಯೂ ಇದೆ. ಹೊಸದಾಗಿ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. ഇത് പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ്, സൈക്കോളജി ഓഫ് മണി, എല്ലാ ബുക്സ്, എല്ലാ ഫേമസ് ബെസ്റ്റ് സെല്ലേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. നല്ല റേറ്റ് കുറവുണ്ട്. എനിക്ക് ബുക്ക് വാങ്ങാൻ വന്നിട്ട് ഇവർ രണ്ടുപേരും ബുക്ക് വാങ്ങി കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ബുക്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഉള്ള ബുക്സ് ഒന്നും കുറേയൊക്കെ വായിച്ചതായിരുന്നു, പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഇതിവൻ്റെ പ്രമോദിൻ്റെ സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അവന് കറക്റ്റ് മാച്ചായിട്ടുള്ള ബുക്കാണ്. രഞ്ജു നീ അല്ല എടുത്തു കൊടുത്ത്. ദ കോമ്പൗണ്ട് എഫക്റ്റ്. ഇത് ഫിനാൻഷ്യൽ, നമ്മുടെ ലൈഫ്, അതുമായിട്ടൊക്കെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് കൈൻഡ് ഓഫ് ബുക്കാണ്. ഇത് ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. അത് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് ഈ സാധനം നമ്മുടെ വീട്ടിൽ തിരിപ്പുണ്ട്. ഇത് വേറെ അനാവശ്യമായിട്ട് പൈസ കളഞ്ഞു. പുള്ളി പറയുന്നത് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലെന്ന് പറയുന്നത്. ചെന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ സാധനം ഓൾറെഡി അവിടെ ഉണ്ടെങ്കിൽ ഇതും പ്രമോദിന് തന്നെ പോകും കേട്ടോ. അപ്പം ഇനി നമ്മൾ പോകുന്നത് സപ്ന ബുക്ക് ഹൗസിലേക്കാണ്. അവിടെ നിന്ന് ബുക്സ് ഉണ്ടോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കോനുള്ള കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം. സപ്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഇവിടുന്ന് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്, പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ബുക്സ് ഉണ്ട്, ചോക്ലേറ്റ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ള നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൈസ പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് നമ്മൾ. പക്ഷേ ഇന്ന് അങ്ങനെ കാര്യമായ ഷോപ്പിംഗ് ഒന്നുമില്ല. വേണ്ടത് മാത്രം എടുക്കുന്നു, പോകുന്നു. 2025 ഡയറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിളായി ഒരു വീക്ക്നെസ് ആയ സംഭവമാണ് കേട്ടോ. ഇത് ഇതേപോലെ 150 കാറിൽ ഇടാൻ മേടിച്ചാലോ? വേണ്ടേ? അയ്യേ, കലാബോധം ഇല്ലാത്തവൻ. എടാ അടിപൊളിയായിട്ടുണ്ടോ? ഹൗ മച്ചാ? 150 വർത്താ. ആഞ്ജനേയ, ഞാനും രഞ്ജുവും ആഞ്ജനേയ ഡിവോട്ടീസാണ് കേട്ടോ. സോ ഇത് കാണുമ്പോൾ ഒരു വീക്ക്നെസ് ആണിത്. ഇത് നോക്കടാ സൂപ്പറായിട്ടുണ്ട്. വെൽഡ് എടാ, ചെറുത്ത് തീരെ കുഞ്ഞത് ഡെസ്കിൽ വെക്കാൻ പാകത്തിന് കിട്ടണം നല്ലായിരുന്നു. പക്ഷെ എല്ലാം ഗണേശൻ്റെ മാത്രമാണുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. ഒരു ബാസ്ക്കറ്റ് എടുക്കണം. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്, ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. പിന്നെ ഈ ബുക്ക് ഇത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി, എന്താ പറയുക, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ബുക്കാണ്. ഹൈലി റെക്കമെൻഡഡ്. അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്ര? 250. കേട്ടോ, ഇത് പഠിച്ച് നിന്ന് വാഴക്കൽ ഉറുപ്പിട്. ഞാൻ സൈസ് നോക്കിയിട്ട് ബുക്ക് എടുക്കും. ആ പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. ഞങ്ങൾ സൈസ് നോക്കിയിട്ടാണ് ബുക്ക് വാങ്ങുക. എത്ര നല്ല കണ്ടന്റ് ആണെങ്കിലും കുറച്ച് ഹെവിയായ ബുക്കാണെങ്കിൽ അത് പഠിക്കാനുള്ള ആ ഒരു സാധനം വരില്ല. ചിക്കുവിന് ഇങ്ങനത്തെ ഒരെണ്ണം എടുത്താലോ? ചിക്കൻ ഒരെണ്ണം കറി പാത്രം എടുത്താലോ? 185. കുറച്ച് മതിയാവും. ഇത് മതിയാവും അവന് സൈസ്.
ഇത് എനിക്ക് എടുത്തത് തൈര് കൊണ്ടുപോകാനായിട്ട്. ക്യൂട്ട്. ഇത് ചെറിച്ചന് ഈ വർഷം ചെറിയനെ നമ്മൾ എഴുത്തിനിരുത്തിട്ടോ. അപ്പം അവൻ്റെ ഫസ്റ്റ് ക്രയോൺസ് ആണ്. ഇതിന് മുമ്പ് അവന് ചിക്കുവിൻ്റെ യൂസ് ചെയ്യും പൊട്ടിക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ അവന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് വാങ്ങുന്ന ഫസ്റ്റ് ക്രയോൺസ്. കേരള കുക്ക് ബുക്ക്. കുമ്പളങ്ങ ഓലൻ, മാങ്ങ പച്ചടി, പുട്ട് വേണോ എടുക്കണോ? നമ്മൾ ചെറുക്കെടുത്ത ബുക്ക് കാണിക്കാം. ഒന്നിത് പെൻസിൽ കൺട്രോൾ. ആക്ച്വലി ചിക്കു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അറിയത്തില്ല ഈ എന്താ പറയുക സ്ലാൻഡിങ് ലൈന്, സ്റ്റാൻഡിങ് ലൈൻ ഇതിനെ പറ്റിയിട്ടൊന്നും. നമ്മൾ ആദ്യം തന്നെ 1 2 3 ABC അതൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയത്. പക്ഷെ അങ്ങനെയല്ല, കുട്ടികൾ ആദ്യം എഴുതാൻ തുടങ്ങുമ്പം ഇങ്ങനത്തെ സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ച് വരണം, സ്ലീപ്പിംഗ് ലൈൻസ്. അപ്പോൾ അതിന് പ്രാക്ടീസ് കൊടുക്കാനായിട്ട് ഈ ഒരു പെൻസിൽ കൺട്രോൾ ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതവനുണ്ട് ഓൾറെഡി, കുറച്ച് കയറി പറഞ്ഞൊക്കെ പോയത് കൊണ്ട് ഒന്നുകൂടെ എടുത്തു. പിന്നെ സൗണ്ട് ഉണ്ട്. അല്ല ഇത് അവിടെ ഇരിക്കട്ടെ. ആവോ ഇത് പിടിക്കരഞ്ചു. ഇതൊരു ഫുൾ കഥകളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ താഴോട്ടുള്ളതൊക്കെ ചെറിയ പറിച്ച് കളഞ്ഞ്. ഇതെടുക്കാൻ പറ്റും. ഇത് നല്ല ഫ്ലോപ്പാണ്. ഇത് കേൾക്കാൻ നല്ല കാമിങ് സൗണ്ട് ആണെങ്കിൽ ഇത് കുറേ നേരം ഒരേ സമയത്ത് ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നിട്ടുണ്ട്. നല്ല ഇറിറ്റേഷൻ ആവും, പ്രത്യേകിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലേ. പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് ടീ അങ്ങാടിയിലേക്കാണ് കേട്ടോ. അപ്പം സ്വപ്നേൻ്റെ ഉള്ളിൽ ഭയങ്കര ഹെവി ആയിട്ട് മ്യൂസിക് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല രീതിയിൽ തലവേദന എടുക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പം സാധാരണ ഉള്ളൊരു സംഭവമാണ് തലവേദന. അത്യാവശ്യം ടയേർഡാണ്. ഇപ്പോൾ സമയം 4:30 അടുത്തായിട്ടുണ്ട്. സോ കാപ്പി കുടിക്കാമെന്ന് തീരുമാനിച്ചു. ചായ വേണ്ട, കാപ്പി കുടിക്കാമെന്ന്. സോ ടീ അങ്ങാടിയിൽ പോയിട്ട് നമുക്ക് കോഫി കുടിക്കാം. ലാസ്റ്റ് ഒരു ബൈറ്റ് തരണം കേട്ടോ. നോക്കടാ, നമ്മുടെ ബാക്കിലിരിക്കുന്ന ചെക്കന്മാരല്ലേ, അതിലൊരു ചെക്കൻ മൂക്ക് കുത്തിയിട്ടുണ്ട്. സൂപ്പറായിട്ടില്ലേ? പയ്യെ നോക്കാവുള്ളൂ. എന്നിട്ട് പയ്യല്ലേ നോക്കാൻ പറഞ്ഞേ? മതിയെ നോക്കിയത് തിരിയേ. ഇപ്പം എണീറ്റ് വന്നില്ലേ? ബ്ലാക്ക് ടീഷർട്ടോ അത് അവിടെ വായി നോക്കുന്നല്ലോ, ഒബ്സർവ് ചെയ്യുന്ന. അപ്പം കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇറങ്ങിയപ്പോൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞു വ്ളോഗാണ്. എടുത്തപ്പോൾ കുറേ വലിയ വ്ളോഗാണ്. ഞാനിത് മാക്സിമം ചെറുതാക്കും കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗാണ്, സൺഡേ വ്ളോഗാണ്. സോ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം നിങ്ങൾ എന്നെ എപ്പോഴും ഒരു മുറിയിലിരുന്ന് സംസാരിക്കുന്നത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം ഇതേപോലെ കാണിക്കുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സാധനം ഞാൻ ഉറപ്പായിട്ടും അത് വീട്ടിലേക്കുള്ളതാണെന്ന് തീരുമാനമായി കഴിഞ്ഞു. അത്രയ്ക്ക് എനിക്ക് സൗണ്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ വ്ളോഗ് കണ്ട് നമ്മുടെ കൂടെ ഇത്രയും നേരം വന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു ഓൾ. ഐ വിൽ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റ.